പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിനു പിന്നിലെ ഉത്ഭവകഥ കേട്ടാലോ? തിരുവനന്തപുരത്തിന്റെ ആത്മീയ ഹൃദയത്തിൽ തലമുറകൾക്ക് ആശ്വാസവും ആശ്രയവുമായി നിലകൊള്ളുന്ന പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന ആ ഉത്ഭവകഥയുടെ വേരുകൾ ചെന്നെത്തുന്നത് പഴയ തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരം കോട്ടയിലേക്കാണ്. കോട്ടയുടെ സംരക്ഷണ ചുമതല തിരുവിതാംകൂർ സൈന്യത്തിനായിരുന്നു. കോട്ടയുടെ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന മേലങ്കോട്ട് യക്ഷിയമ്പലത്തിനു സമീപം കാവൽ നിൽക്കാൻ ഭടന്മാർക്ക് ഭയമായിരുന്നു. കാരണം അവിടെ രാത്രി കാവലിന് നിയോഗിക്കപ്പെടുന്നവർ പുലരുമ്പോഴേക്കും ദുരൂഹ സാഹചര്യത്തിൽ അബോധാവസ്ഥയിൽ കാണപ്പെടുന്നത് പതിവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു സാധാരണ ഭടന് ആ ഭീതി നിറഞ്ഞ കാവൽ ഊഴമെത്തി. തന്റെ ജീവൻ അപകടത്തിലാണെന്ന് ഉറപ്പിച്ച ആ ഭടൻ അടുത്തുള്ള വള്ളിയൂർ നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു അപൂർവ വസ്തു തടഞ്ഞു. അതെടുത്തു നോക്കിയപ്പോൾ തേജോമയമായ ഒരു കൊച്ചു ഗണപതി വിഗ്രഹമായിരുന്നു. ആ ദിവ്യവിഗ്രഹത്തിൽ അഭയം കണ്ട ഭടൻ അതിനെ ഭക്തിയോടെ ഒപ്പം കൂട്ടി. അന്നു രാത്രി ഗണപതിയുടെ ചൈതന്യം തുണയായതുകൊണ്ടാവാം അദ്ദേഹത്തിന് യാതൊരു ആപത്തും സംഭവിച്ചില്ല. പിറ്റേന്ന് രാവിലെ സഹഭടന്മാർ അത്ഭുതത്തോടെയാണ് അദ്ദേഹത്തെ കണ്ടത്. തന്റെ ധൈര്യത്തിനു പിന്നിലെ രഹസ്യം ആ ഗണപതി വിഗ്രഹമാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയതോടെ ആ വിഗ്രഹം സൈനികരുടെയെല്ലാം ആരാധനാമൂർത്തിയായി മാറി. പിന്നീട് 1795 ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ സൈന്യം തങ്ങളുടെ ജീവശ്വാസമായി കരുതിയ ഈ ഗണപതി വിഗ്രഹത്തെയും കൂടെ കൊണ്ടുവന്നു. അങ്ങനെയാണ് പഴവങ്ങാടിയിൽ ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. ഇന്നും ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെന്റിന്റെ പരിപാലനയിലാണ് ഈ ക്ഷേത്രം. വലതുകാൽ മടക്കി വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി പീഠത്തിലിരിക്കുന്ന രൂപത്തിലാണ് ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠ. ജീവിതത്തിലെ വിഘ്നങ്ങൾ അകറ്റാൻ ഭക്തർ ഇവിടെ നാളികേരമുടച്ച് പ്രാർത്ഥിക്കുന്നു. ഏതൊരു പുതിയ തുടക്കത്തിനു മുൻപും പഴവങ്ങാടിയിലെ ഗണപതിയുടെ അനുഗ്രഹം തേടുന്നത് ഒരു നാട്ടുനടപ്പായി മാറിയത് ഈ വിശ്വാസത്തിന്റെ ആഴം ഒന്നുകൊണ്ട് മാത്രമാണ്.